അങ്ങനെ ഉച്ചക്കലത്തെ വിഭവസമൃദ്ധമായ ലഞ്ചിന് ശേഷം നമ്മൾ എല്ലാവരും റിസോർട്ടിലോട്ട് പോയിട്ടോ. അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട്. എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ചന്ദനമൊക്കെ തൊട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയെങ്കിലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗേൾസിന്റെ റൂം. ഇതുപോലത്തെ 5 റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ബോയ്സിനെ കാണുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ മുറിയാണ് കേട്ടോ. എല്ലാവരും എല്ലാ റൂമിലും കയറി എങ്ങനെയുണ്ട് റൂം എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ബാത്റൂം, അടിപൊളി റൂം, അടിപൊളി ബാൽക്കണി, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ വീണ്ടും റെസ്റ്റോറന്റിലോട്ട് പോയിട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം റെസ്റ്റോറന്റ് കുറച്ച് താഴെയാണ്, നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കുറച്ച് മുകളിലായിട്ടാണ്. വേണമെങ്കിൽ നടന്നും പോകാട്ടോ, പക്ഷെ ആരും നടക്കാൻ. ഞങ്ങൾ എല്ലാവരും ജീപ്പിൽ പോയി. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അവിടെയുള്ള ഗെയിംസ് ഒക്കെ മടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടാക്കി. കസേര കളി എന്ന് പറയും, പക്ഷെ കസേര ഉണ്ടാവില്ല, നമ്മൾ മനുഷ്യർ തന്നെയാണ് കസേരയായിട്ട് നിൽക്കണത്. പിന്നെ നമ്മൾ അന്താക്ഷരി കളിച്ചായിരുന്നു. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, കസേരകളിൽ ജയിച്ചത് ഞാനാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ അന്താക്ഷരി കളിച്ചായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. കാരണം എല്ലാം കൂടി എനിക്കിതിൽ പറയാനായിട്ട് പറ്റില്ല. ഫെബിന്റെ ഒരു പാട്ടോട് കൂടി ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 3 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന കാറ്റാലിനി